ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. ശാലിനിയോട് ഭാമ പറയുകയാണ്, അവന് മാത്രമല്ല നിനക്കും ഒരു സമ്മാനം ഞാൻ കരുതിയിട്ടുണ്ട്. അത്രയും പറഞ്ഞ് തട്ടത്തിൽ നിന്നും ശാലിനിയുടെ താലിമാല എടുത്ത് നൽകുകയാണ് ഭാമ. സത്യാമ്മേ, ഈ മാല എന്ന് ശാലിനി പറയുമ്പോൾ കാര്യങ്ങളെല്ലാം എനിക്കറിയാമെന്നും മനസ്സുകൊണ്ട് ഞാൻ നിങ്ങളുടെ രണ്ടിൻ്റെയും ഒപ്പം തന്നെയായിരുന്നെന്നും ഭാമ പറയുകയാണ്. അങ്ങനെ ഭാമ ശാലിനിയെ അത് അണിയിക്കാൻ പോകുമ്പോൾ ശാലിനി ഭാമയെ തടയുകയാണ്. നിനക്കിപ്പോഴും എന്നോട് വിരോധം മാറിയിട്ടില്ലല്ലേ? അതോ ഞാനിത് തിരിച്ചെടുപ്പിച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ഭാമ ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, അങ്ങനെയൊന്നുമല്ല. സത്യമ്മ പഴയ പ്രൗഢിയോടെ എല്ലാവർക്കും നീതി പറഞ്ഞു കൊടുക്കുന്ന ഒരാളെ പോലെ തന്നെ ഇവിടെ എപ്പോഴും ഉണ്ടാകണം. സത്യമ്മയുടെ ആ സ്ഥാനം സത്യമ്മ മാറ്റിവെക്കില്ലെന്ന് ഉറപ്പ് നൽകിയാൽ മാത്രമേ ഞാൻ ഈ മാല ധരിക്കൂ. ഇത് കേൾക്കുന്ന ഭാമ സമ്മതിക്കുകയാണ്. അങ്ങനെ നിറഞ്ഞ മനസ്സോടെ ഭാമ ശാലിനിയുടെ കഴുത്തിലേക്ക് ആ താലിമാല ഇട്ടുകൊടുക്കുന്നു. ഇത് കണ്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. അതേസമയം പാറുക്കുട്ടിയെ കൊണ്ട് പൊന്നി അങ്ങോട്ടേക്ക് വരികയാണ്. നിർത്താതെ കരയുന്ന മോളെ കണ്ടിട്ട് രാഘവൻ നായർ ചോദിക്കുകയാണ്, എന്താ പൊന്നി, കുഞ്ഞിതുവരെ ഉറങ്ങിയില്ലേ? ഉറങ്ങിയതാ, പക്ഷേ പെട്ടെന്ന് എന്തോ ഞെട്ടി എഴുന്നേറ്റതാണെന്ന് പൊന്നി പറയുമ്പോൾ ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് പ്രീതി കുഞ്ഞിനെ കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. ഇതൊക്കെ വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ് ശാലിനിയും വിഷ്ണുവും. തുടർന്ന് അർജുനും പ്രീതിയുടെ ഒപ്പം പോകുമ്പോഴേക്കും വിഷ്ണു പറയുകയാണ്, അച്ഛാ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അത്രയും പറഞ്ഞ് ശാലിനിയെ കൂട്ടിക്കൊണ്ട് വിഷ്ണുവും പോകുന്നു. ഭാമേ, ഇപ്പോഴാ നീ എല്ലാം തിരിച്ചറിഞ്ഞ് നല്ലൊരു അമ്മയും അമ്മായിയമ്മയും ഒക്കെ ആയതെന്ന് രാഘവൻ നായർ പറയുമ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണെന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാനുള്ളതല്ലെന്നും ഞാനിപ്പോൾ തിരിച്ചറിഞ്ഞു രാഘവേട്ട എന്ന് ഭാമയും പറയുന്നു. അത്രയും പറഞ്ഞ് ഭാമ പുറത്തേക്ക് പോകുമ്പോൾ രാഘവൻ നായർ ഇനിയെങ്കിലും എൻ്റെ കുടുംബത്തോടൊപ്പം സന്തോഷമായി ജീവിക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലാണ്. ശാരദാമ്മയും രാജിയും ചേർന്ന് കുമ്പിളപ്പം ഉണ്ടാക്കി ചായയുടെ ഒപ്പം കഴിക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം ശാരിക അങ്ങോട്ടേക്ക് വരുന്നു. ഞാൻ പിന്നെ വരാം രാജി എന്ന് പറഞ്ഞ് ശാരദാമ്മ പുറത്തേക്ക് ഇറങ്ങാനൊരുങ്ങുമ്പോൾ ശാരിക പറയുകയാണ്, അത് പിന്നെ 20 രൂപ വെച്ചിട്ട് പോയാൽ മതി. 10 രൂപ ചായയുടെയും ഒരു കുമ്പിളപ്പത്തിൻ്റെയും പൈസ. ഇത് കേൾക്കുന്ന രാജി എന്തോ പറയാനായി തുടങ്ങുമ്പോൾ ശാരിക പറയുകയാണ്, നീ ഇവിടുത്തെ ജോലിക്കാരി മാത്രമാ. ജോലിക്കാരി വേറെ കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട ഒരാവശ്യവുമില്ല. 20 രൂപയല്ലേ വേണ്ടത്, അത് ഞാൻ തരാമെന്ന് പറഞ്ഞ് ശാരദമ്മ പൈസ വെച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു. തുടർന്ന് രാജി പറയുകയാണ്, എനിക്കിപ്പോൾ തരാൻ കാശൊന്നുമില്ല. ഒന്നെങ്കിൽ എൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ, ഇല്ലെങ്കിൽ 20 രൂപ ഞാൻ ഈ മുഖത്തേക്ക് കൊണ്ടുവന്ന് വലിച്ചെറിയും. ഇത് കേൾക്കുന്ന ശാരിക ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സെൻട്രൽ ജയിലാണ്. സുസ്മിതയെ സെല്ലിലേക്ക് കയറ്റാനായി ഒരുങ്ങുകയാണ്. സുസ്മിത പറയുകയാണ്, ഇവിടുത്തെ വാർഡൻ ലിഡിയ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും എന്നോട് സൂക്ഷിച്ചു വേണം പെരുമാറാൻ. എനിക്ക് എല്ലാ സുഖസൗകര്യങ്ങളും ഈ സെല്ലിൻ്റെ ഉള്ളിൽ ചെയ്തു തരണം. ഞാൻ എന്ത് ആഹാരം പറയുന്നോ അതുതന്നെ ആയിരിക്കണം എനിക്കിങ്ങോട്ടേക്ക് കൊണ്ടുതരുന്നത്. സെല്ല് തുറക്കട്ടെ എന്ന് വനിതാ കോൺസ്റ്റബിൾ ചോദിക്കുമ്പോൾ ശരിയെന്ന് സുസ്മിത പറയുന്നു. അതേസമയം സെല്ലിൻ്റെ അകത്ത് മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. ഹലോ, നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ, നമ്മൾ രണ്ടുപേരും ഒരു സെല്ലിലല്ലേ എന്ന് സുസ്മിത പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന സ്ത്രീ സുസ്മിതയെ നോക്കുകയാണ്. ആ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സുസ്മിത. എൻ്റെ ദൈവമേ, ഇടിവണ്ടിയോ, ഇവരെങ്ങനെ ഇവിടെ എത്തി? എൻ്റെ സുസ്മിതയെ, നിനക്ക് ജയിലിൻ്റെ ഉള്ളിലും മനസ്സമാധാനം ഞങ്ങൾ തരില്ല. ഒന്നുമില്ലെങ്കിലും ഈ ചെയ്ത ദ്രോഹങ്ങളൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കില്ലല്ലോ. ഞാനേ മനഃപൂർവ്വം ഈ ജയിലിൻ്റെ ഉള്ളിൽ വരാൻ വേണ്ടിയേ ഒരു മോഷണം ചെയ്തു. ഞാൻ തന്നെ പിടികൊടുക്കുകയും ചെയ്തു. നിന്നെ നേരെയാക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ചൈന കോളനിയിലെ പെണ്ണുങ്ങളുടെ ഇടയിൽ വെച്ച് കുറി വീണത് എനിക്കാ, അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് കേൾക്കുന്ന സുസ്മിത പറയുകയാണ്, ഞാനിപ്പോൾ തന്നെ ലിഡിയയെ വിളിക്കും. അതെ, നീ പറയുന്ന ഈ ലിഡിയ തന്നെയാ എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചതെന്ന് അവർ പറയുമ്പോൾ ഇത് കേട്ടൊരു ഞെട്ടലോടെ നിൽക്കുകയാണ് സുസ്മിത. തുടർന്ന് സുസ്മിതയെ തലങ്ങും വിലങ്ങും അവരടിക്കുമ്പോൾ വേദന കൊണ്ട് കരയുകയാണ് സുസ്മിത. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.